ഇറാനെതിരെ യുദ്ധം തുടങ്ങി ഇസ്രായേൽ. സിറിയയിലെ ഇറാന്റെ പ്രധാനപ്പെട്ട ആയുധശാല വ്യോമാക്രമണത്തിലൂടെ തകർത്തു. വെള്ളിയാഴ്ച രാത്രിയാണ് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിന് സമീപമുള്ള ഇറാന്റെ തന്ത്രപ്രധാനമായ ടണൽ ഇസ്രായേലി സേന ആക്രമിച്ച് തകർത്തത്. സ്ട്രാറ്റജിക് ടണൽ എന്ന് വ്യക്തമാക്കപ്പെടുന്ന ഈ ടണലിലാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങൾ സംഭരിച്ചിരുന്നത്. പ്രത്യേകിച്ച് ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു വമ്പൻ ശേഖരം തന്നെ ഈ സ്ട്രാറ്റജിക് ടണലിൽ അവർ ശേഖരിച്ചിരുന്നു എന്നുള്ള വിവരം ഇസ്രായേലി സേന നേരത്തെ മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെള്ളിയാഴ്ച തുടർ ആക്രമണങ്ങൾ ഡമാസ്കസിന് സമീപത്തുള്ള ഈ മേഖലയിലേക്ക് ഇസ്രായേൽ നടത്തിയത്. 17 തവണയാണ് ഈ മേഖലയെ ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ആക്രമിച്ചത്. 17 തവണ ആക്രമണം നടത്തി. നിരവധി ഫൈറ്റർ ജെറ്റുകൾ ഈ ആക്രമണത്തിൽ പങ്കെടുത്തു. അങ്ങനെ ഡമാസ്കസിന് സമീപമുള്ള ഒരു വമ്പൻ തുരങ്കം, സ്ട്രാറ്റജിക് ടണൽ എന്ന് ഇറാൻ വിശേഷിപ്പിക്കുന്ന ഏറ്റവും ആധുനികമായ ഏറ്റവും മാരക പ്രഹരശേഷികളുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ, സൂപ്പർസോണിക് മിസൈലുകൾ, ഹൈപ്പർസോണിക് മിസൈലുകൾ ഇവയൊക്കെയാണ് അവിടെ ശേഖരിച്ചിരുന്നത്. ആ ടണലുകളെ ഒന്നാകെ ആക്രമിച്ച് നശിപ്പിച്ചു ഇസ്രായേലി സേന. ഇസ്രായേലിൻ്റെ ഏറ്റവും ശക്തമായ മൂന്നാമത്തെ ആക്രമണമാണ് സിറിയയിൽ കഴിഞ്ഞ ദിവസം രാത്രി നടന്നത്. സിറിയയിൽ 86% ആയുധശേഷി നശിപ്പിച്ചുവെന്ന് 2 ദിവസം മുമ്പ് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. കഴിഞ്ഞ ദിവസം രാവിലെ ഇസ്രായേൽ കാറ്റ്സ് എന്ന പ്രതിരോധ മന്ത്രി പറഞ്ഞത്, ഇനിയും ഞങ്ങൾ സിറിയയെ ആക്രമിക്കും. സിറിയയിൽ എവിടെയൊക്കെയോ ഇനിയും ആയുധങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ട്. ആ ശത്രു രാജ്യങ്ങളുടെ ആയുധ ഡിപ്പോകളിലേക്ക്, ആയുധ ശേഖരത്തിലേക്ക് ഞങ്ങളുടെ ഫൈറ്റർ ജെറ്റുകൾ നിറയൊഴിക്കും. ഇതായിരുന്നു ഇസ്രായേൽ കാറ്റ്സ് എന്ന പ്രതിരോധ മന്ത്രി പറഞ്ഞത്. അതിന് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് സിറിയയിലേക്ക് ഇസ്രായേലിൻ്റെ 3ാം ആക്രമണം ഉണ്ടായത്. വമ്പൻ ആക്രമണം ഡമാസ്കസിന് സമീപമുണ്ടായി. സിറിയയിലെ അസദ് ഭരണകൂടത്തിൻ്റെ വീഴ്ചയിൽ ആഹ്ലാദിക്കാൻ വേണ്ടി ഡമാസ്കസിലും മറ്റു പട്ടണങ്ങളിലും വിമത സൈന്യവും സിറിയയിലെ ജനങ്ങളും ഒത്തുകൂടിയ ഘട്ടത്തിലാണ് വമ്പൻ ആക്രമണം, വമ്പൻ സ്ഫോടനങ്ങൾ ഡമാസ്കസിന് സമീപമുണ്ടായത്. ഇറാൻ്റെ പ്രധാനപ്പെട്ട ആയുധശാലയെ തന്നെയാണ് ഇസ്രായേൽ തകർത്തത്. സിറിയ വീണിരിക്കുന്നു. അടുത്ത ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഇറാനാണെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആദ്യത്തെ പ്രഹരം ഇറാന് കൊടുത്തിരിക്കുന്നത്. ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രം തന്നെ തകർത്തിരിക്കുന്നു. സിറിയയിലുള്ള അവരുടെ ബാലിസ്റ്റിക് മിസൈൽ ടണൽ, സ്ട്രാറ്റജിക് ടണൽ തന്നെ ഇസ്രായേൽ തകർത്തിരിക്കുന്നു. നേരിട്ട് ഇറാനെ ആക്രമിക്കുകയാണ് ഇസ്രായേൽ. ഇനി യുദ്ധം ഇറാനോടാണ് എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇറാനാകട്ടെ ഭയന്ന് വിറച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ. ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അയൽക്കാരായിരുന്ന, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക ഭീകര സംഘടനകളായിരുന്ന ഹമാസ് തീർന്നു, ഹിസ്ബുള്ള തീർന്നു. ഹിസ്ബുള്ളയുടെ കയ്യിൽ പൊട്ടാസ് പോലുമില്ല തിരിച്ച് ഇസ്രായേൽ സേന നേരിടാൻ. ആ അവസ്ഥയിലാണ് ഹിസ്ബുള്ള. മറുഭാഗത്ത് സിറിയ ആയിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു സഹായം. ആ സിറിയയും ഇസ്രായേൽ തകർത്തിരിക്കുന്നു. സിറിയയിൽ നിന്ന് ഒരു തരുമ്പും ഇനി ഹിസ്ബുള്ളയ്ക്കോ അല്ലെങ്കിൽ ഇറാനോ ലഭിക്കില്ല. അത്തരത്തിൽ സിറിയയെ 4 പാട് നിന്ന് പൂട്ടിയിരിക്കുന്നു ഇസ്രായേൽ. ഇതിന് പിന്നാലെ സിറിയയ്ക്കുള്ളിൽ ഇറാൻ ഒളിപ്പിച്ചു വെച്ച ആയുധ കേന്ദ്രങ്ങൾ ഒന്നൊന്നായി മാന്തി പുറത്തിടുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. സിറിയയിലുള്ള ഒരായുധം പോലും ഇനി ഇറാനോ ഇറാൻ്റെ പ്രോക്സികൾക്കോ കിട്ടില്ല എന്ന് ഇസ്രായേൽ ഉറപ്പിക്കുകയാണ്. എവിടെയൊക്കെ ആയുധങ്ങളുണ്ട് എന്ന് സംശയം തോന്നുന്നു, അവിടേക്കൊക്കെ ഇസ്രായേൽ ഇങ്ങനെ വ്യോമാക്രമണം നടത്തുകയാണ്. മാരക പ്രഹരശേഷിയുള്ള ബോംബുകൾ വർഷിക്കുകയാണ്. കഴിഞ്ഞ 15 മാസക്കാലമായി നിരന്തരം ഇസ്ലാമിക ഭീകര രാജ്യങ്ങൾക്കെതിരെ, ഭീകര സംഘടനകൾക്കെതിരെ ഇസ്രായേലിൻ്റെ ഈ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മാത്രം ബോംബ് എവിടെയാണ് ഇസ്രായേൽ കരുതി വച്ചിരിക്കുന്നത് എന്ന് ആശ്ചര്യപ്പെട്ട് അന്തം വിടുകയാണ് ലോകം. അത്രത്തോളം മാരകമായ ആക്രമണങ്ങൾ. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ സിറിയയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ ഇറാനെതിരെ തുറന്ന യുദ്ധം തുടങ്ങുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു. അതിനു മുന്നോടിയായുള്ള ആക്രമണമാണ് വെള്ളിയാഴ്ച രാത്രി ഡമാസ്കസിന് സമീപത്തുള്ള ഇറാൻ്റെ സ്ട്രാറ്റജിക് ടണലിലേക്ക്, ആയുധ കേന്ദ്രത്തിലേക്ക്, ബാലിസ്റ്റിക് മിസൈലുകൾ ആയിരക്കണക്കിന് സൂക്ഷിച്ചിരുന്ന ആ ബങ്കറിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണം. ഇറാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഇറാൻ്റെ ഒരു ഭീഷണിയും ഇസ്രായേലിന് ഏശുന്നില്ല. ആയത്തുള്ള അലി ഖമേനിയൊക്കെ പറയുന്ന മുന്നറിയിപ്പുകൾക്ക് തൊട്ടു പിന്നാലെ പടക്കം പൊട്ടിക്കും പോലെ ഇസ്രായേൽ പൊട്ടിക്കുകയാണ്. ഈ അവസരത്തിൽ അറബ് രാജ്യങ്ങൾ ഒന്നാകെ നടുങ്ങിയിരിക്കുന്നു.
ജോർദാനിൽ വലിയ ചർച്ചകൾ നടക്കുന്നു. സിറിയയിലെ അസദ് ഭരണകൂടത്തിൻ്റെ തകർച്ചയ്ക്ക് പിന്നാലെ സിറിയൻ ഭരണകൂടത്തിനെ കുറിച്ചുള്ള ആ കാഴ്ചപ്പാടുകളും സിറിയൻ ഭരണകൂടം എങ്ങനെയായിരിക്കണമെന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനും അയൽ രാജ്യങ്ങൾക്ക് അവർ ഭീഷണി ഉണ്ടോ എന്നടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ചകൾ ജോർദാനിൽ നടക്കുന്നു. അമേരിക്കയുടെ പ്രതിനിധികൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഖത്തറിൻ്റെ പ്രതികൾ പങ്കെടുക്കുന്നുണ്ട്. ഈജിപ്തിൻ്റെ പ്രതികൾ പങ്കെടുക്കുന്നുണ്ട്. നിരവധി ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു വശത്ത് സിറിയയുടെ ഇനിയുള്ള ഭരണം സംബന്ധിച്ച് ചർച്ച നടക്കുമ്പോഴാണ് സിറിയയെ പരിപൂർണമായും പിടിച്ചെടുക്കാൻ ഇസ്രായേൽ ഇപ്പോൾ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിറിയയിലെ ഡമാസ്കസിൽ ആക്രമണം നടത്തി. ഡമാസ്കസിന് വെറും 20 കിലോമീറ്റർ അടുത്ത് വരെ ഇസ്രായേലിൻ്റെ കരസൈന്യം എത്തിയിരിക്കുന്നു. പീരങ്കിപ്പട എത്തിയിരിക്കുന്നു. ഏത് നിമിഷവും ഡമാസ്കസ് ഇസ്രായേലിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന അവസ്ഥ എത്തിയിരിക്കുന്നു. പ്രതികരിക്കാനോ പ്രതിരോധിക്കാനോ കഴിവില്ലാതെ വിമത സൈന്യവും ഇപ്പോൾ പിന്തിരിഞ്ഞോടുന്ന കാഴ്ചയാണ് സിറിയയിൽ കാണുന്നത്. അതായത് സിറിയയുടെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ മേഖലകൾ ഗൊലാൻ കുന്ന്, അതുപോലെ ഹെർബൺ പർവ്വതം, ഇപ്പോൾ ഇതാ ഡമാസ്കസിന് സമീപമുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ ഇതിനകം പിടിച്ചടക്കിയിരിക്കുന്നു. ഇനി അമേരിക്കയുടെ ഒരു മൂളൽ മാത്രം മതി ഡമാസ്കസിലേക്ക് ഇസ്രായേൽ സേന കടക്കാൻ. അത് കഴിഞ്ഞാൽ സിറിയ എന്ന രാജ്യം തന്നെ ഇസ്രായേലിൻ്റെ കാൽക്കീഴിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇസ്രായേൽ ഒക്ടോബർ മാസം 7-ന് തുടങ്ങിയതാണ് ഇത്. 2023 ഒക്ടോബർ 7-ന് 15 മാസമായിരിക്കുന്നു. ചുറ്റുമുള്ള എല്ലാ ഇസ്ലാമിക തീവ്രവാദികളോടും സന്ധിയില്ലാത്ത യുദ്ധപ്രഖ്യാപനം തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത്. ഒരു ഭീകരനെയും വെറുതെ വിടുന്നില്ല. സിറിയയിൽ ആക്രമണം നടത്തുന്ന അതേ സമയത്ത് തന്നെ ആദ്യ ശത്രുവായ ഹമാസിൻ്റെ ഗാസയിലും ഇസ്രായേൽ സേന ആക്രമണം നടത്തുന്നു. ഒരേ സമയം തന്നെ ഇറാഖിലുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസുമായി ആക്രമണം നടത്തുന്നു. എന്തിനേറെ പറയുന്നു, ഹമാസിനെതിരെ ലെബനനിൽ ആക്രമണം നടത്തുന്നു. അങ്ങനെ ചുറ്റുപാടുമുള്ള മുഴുവൻ ശത്രു രാജ്യങ്ങളോടും ഒരേ സമയം യുദ്ധം ചെയ്യുകയാണ് ഇസ്രായേൽ. ഈ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഇസ്രായേൽ പറയുന്നു. ജനുവരി മാസം 20-ാം തീയതി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിന് മുൻപ് പശ്ചിമേഷ്യയിലെ സമാധാനം പുനഃസ്ഥാപിക്കണം, അതിന് ശത്രുക്കളായുള്ള മുഴുവൻ ഭീകരന്മാരെയും കൊന്നു തള്ളണമെന്ന നിർദ്ദേശമാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. ആ നിർദ്ദേശം ശിരസ വഹിച്ചുകൊണ്ട് നടപ്പാക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഡമാസ്കസിന് വെറും 20 കിലോമീറ്റർ അടുത്ത് വരെ ഇസ്രായേലിൻ്റെ കരസൈന്യം എത്തിയിരിക്കുന്നു. പീരങ്കിപ്പട എത്തിയിരിക്കുന്നു. ഏത് നിമിഷവും ഡമാസ്കസ് ഇസ്രായേലിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന അവസ്ഥ എത്തിയിരിക്കുന്നു. പ്രതികരിക്കാനോ പ്രതിരോധിക്കാനോ കഴിവില്ലാതെ വിമത സൈന്യവും ഇപ്പോൾ പിന്തിരിഞ്ഞോടുന്ന കാഴ്ചയാണ് സിറിയയിൽ കാണുന്നത്. അതായത് സിറിയയുടെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ മേഖലകൾ ഗൊലാൻ കുന്ന്, അതുപോലെ ഹെർബൺ പർവ്വതം, ഇപ്പോൾ ഇതാ ഡമാസ്കസിന് സമീപമുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ ഇതിനകം പിടിച്ചടക്കിയിരിക്കുന്നു. ഇനി അമേരിക്കയുടെ ഒരു മൂളൽ മാത്രം മതി ഡമാസ്കസിലേക്ക് ഇസ്രായേൽ സേന കടക്കാൻ. അത് കഴിഞ്ഞാൽ സിറിയ എന്ന രാജ്യം തന്നെ ഇസ്രായേലിൻ്റെ കാൽക്കീഴിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.